രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ ഈശ്വർ, ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഷെറിനെതിരെ ഉയർന്നിരിക്കുകയാണ്. ഷെറിന് ജയിലിൽ ഉന്നത ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു DIG സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവുമായി അടുത്ത ബന്ധമുണ്ട്. അതടക്കമാണ് ഷെറിന് ഇത്ര വലിയ ശിക്ഷാ ഇളവ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇത് വളരെ പ്രധാനമാണ്. നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർജി സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ അർഹതയും യോഗ്യതയും സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ക്രിമിനൽ ടെൻഡൻസീസ് കൃത്യമായി കാണിക്കുന്ന ഈ വ്യക്തിക്ക് പേഴ്സണലും പൊളിറ്റിക്കലുമായ കാരണങ്ങൾ കൊണ്ട് മിസ്യൂസ് ഓഫ് പവർ, അതായത് അമിതമായ ലീനിയൻസി വിത്ത് മിസ്യൂസ് ഓഫ് പവർ ആണ് പലപ്പോഴും ഇത് ചെയ്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പുനഃപരിശോധിക്കണം. പ്രത്യേകിച്ച് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ വന്ന അവസരത്തിൽ ഗവൺമെന്റ് ഇതിനെ കുറിച്ച് പുനർചിന്തിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു പുരുഷന്റെ കാര്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആവുമല്ലോ. അപ്പൊ ഈ വിഷയത്തിൽ അതുകൊണ്ട് വളരെ ഒരു പുനർചിന്തനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. അവരുടെ പ്രിസന്റ് റെക്കോർഡ് പോലും ക്ലീൻ ആയിരുന്നില്ല എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാൾ അർഹതയും യോഗ്യതയും ഉള്ള ആൾക്കാരുണ്ടപ്പോ പക്ഷപാതിത്വപരമായിട്ടാണോ ഗവൺമെന്റ് പെരുമാറിയത് എന്ന് തീർച്ചയായിട്ടും സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതിനെതിരെ അല്ലെങ്കിൽ അതിന് ഗവൺമെന്റ് ഒരു റിവ്യൂ എടുക്കണമെന്നുള്ളതാണ് എന്റെ സബ്മിഷൻ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ ഉപദേശക സമിതി അംഗം ഉൾപ്പെടെ പറയുന്നത് ഇത് മാനസാന്തരപ്പെട്ടിരിക്കുകയാണ് ഷെറിൻ. നല്ല നടപ്പായിരുന്നു ഈ ജയിലിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷെറിൻ്റെ മോചനത്തിനായി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അടക്കം പറയുന്നത്. ഇവിടെ ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതി പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ വിഷയത്തിൽ? സർക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരിക. അതായത് ഇവർക്ക് പലപ്പോഴും ഈ കമ്മിറ്റിയും മറ്റും റിവ്യൂ എലിജിബിൾ ഫോർ റെമിഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അത് ജയിൽ DGP ആണ് കെയർ ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഉണ്ട്, ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ട്, ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്, പിന്നെ ജയിൽ സൂപ്രണ്ടന്റ് ഉണ്ട്, പിന്നെ 3 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. അവരാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് ഈ ബോർഡ് ഈ റെമിഷൻ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നത് സ്റ്റേറ്റ് ക്യാബിനറ്റ് ആണ് റിവ്യൂ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ക്യാബിനറ്റ് കൂടി എൻഡോഴ്സ് ചെയ്തൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. അത് ഈ പശ്ചാത്തലത്തിൽ, പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പുതിയ എവിഡൻസോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളാണ് വന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഒരുപക്ഷെ ഗവൺമെന്റ് തന്നെയാണ് ആ വിഷയത്തിൽ ഒരു പൊസിഷൻ പറയേണ്ടത്. എന്താണ് എന്ന് ജനങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കും. പ്രത്യേകിച്ച് ഞാൻ കണക്ട് ചെയ്യുകയല്ല, മറ്റൊരു സമാനമല്ല എന്നാലും ഒരു കേസിൽ ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ സഹായിച്ചു എന്ന് പറഞ്ഞ് 3 പോലീസുകാർക്കെതിരെ നടപടി കൂടി ഉണ്ടായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.